തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് അറേസ് ഓഫ് പോയിന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ആന്റിന അറേ എന്തിനാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെ ആന്റിന അറേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആന്റിന അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഓഫ് ആന്റിന എന്ന് പറയുന്നതിനെയാണ് ആന്റിന അറേ എന്ന് നമ്മൾ പറയുന്നത്. അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ രീതിയിൽ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നമുക്കിവിടെ നടത്തണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അതായത് സൈസ് ഓഫ് ആന്റിനയുടെ സൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആന്റിന അറേയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കേസിൽ നമ്മൾ എടുക്കുന്ന ആന്റിന അറേ നമ്മൾ എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആന്റിന അറേ ആന്റിന അറേ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് ആന്റിനാസിനേ ഉള്ളൂ, ആന്റിന എലമെന്റ്സിനെ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആന്റിന അറേസ് എടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസിങ് ഗെയിൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും ടു ഹാവ് എ നാരോ ബീം. അത് പിന്നെ അതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അറേസിലുള്ള എലമെന്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞല്ലോ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഓഫ് ആന്റിനാസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആന്റിനാസുള്ള അറേസിലുള്ള എലമെന്റ്സ് എല്ലാം എങ്ങനെയായിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും. പക്ഷെ ചില കേസിൽ നമുക്കിത് എപ്പോഴും അങ്ങനെ ഐഡന്റിക്കൽ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ഐഡന്റിക്കൽ ആണെങ്കിൽ കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിരിക്കും. നമുക്ക് പ്രാക്ടിക്കൽ കേസിലൊക്കെ ഇത്തിരി കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആന്റിന അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോംഡ് ബൈ എ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഓഫ് ആന്റിന. അപ്പൊ നമ്മൾ എന്തിനാ യൂസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ വേണ്ടി ആന്റിന യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ, ഒന്നെങ്കിൽ ആന്റിനയുടെ സൈസ് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ആന്റിന അറേ യൂസ് ചെയ്യണം. അപ്പൊ ആന്റിന അറേ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. ഇപ്പം എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ടു ഹാവ് എ നാരോ ബീം ആണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം, ഐഡന്റിക്കൽ ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ആന്റിന അറേ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷണൽ അറേ ആയിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ 2 ഡയമെൻഷണൽ അറേ നമ്മൾ എടുക്കാം. 1 ഡയമെൻഷണൽ അറേയുടെ പ്രത്യേകത ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ XY ആക്സിസ് ഒക്കെ നമ്മൾ വരച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് 1 ഡയമെൻഷണൽ. അപ്പം എന്തായിരിക്കും, നമ്മളിപ്പോൾ ഒരു X ആൻഡ് Y ആക്സിസ് നമ്മൾ X Y Z എന്ന് പറഞ്ഞ നമ്മൾ ആക്സിസ് ഇപ്പം എടുക്കുകയെന്ന് വെച്ചു. ഇതിപ്പം X Y Z നമുക്ക് 3 ആക്സിസ് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ 1 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ ഇങ്ങനെ 1 ഡയമെൻഷനായിട്ട് ഒരു ഡയമെൻഷൻ മതി. ഇതിനെ നമ്മൾ പറയുന്നത് സിംഗിൾ അറേ. ഇതാണ് ആന്റിന എലമെന്റ്സ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ആന്റിന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസിൽ മാത്രമല്ല, ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. അതിനെയാണ് സിംഗിൾ ഡയമെൻഷൻ അറേ എന്ന് പറയും, അല്ലെങ്കിൽ ലീനിയർ അറേ. ലീനിയർലി അല്ലേ വരുന്നത്, ഒരൊറ്റ ആക്സിസ്, ലീനിയർ അറേ എന്ന് പറയും, അല്ലെങ്കിൽ 1 ഡയമെൻഷൻ അറേ എന്ന് പറയും. ഇനിയിപ്പോൾ നമുക്ക് എന്താ പ്ലെയിനാർ അറേ. ഇതെന്ന് പറഞ്ഞാൽ എന്താ, എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ഇസഡ് ഡയറക്ഷനിൽ മാത്രമേ നമുക്കിവിടെ ഉണ്ടാകത്തുള്ളൂ. ഇനി പ്ലെയിനാർ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് പോലെ തന്നെ ഒരു പ്ലെയിനിലായിരിക്കും. പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, XY പ്ലെയിനിലാകാം, അല്ലെങ്കിൽ YZ പ്ലെയിനിലാകാം, അല്ലെങ്കിൽ XZ പ്ലെയിനിലാകാം. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ 2D അറേ അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് പ്ലെയിനാർ അറേ എന്നാണ് പറയുന്നത്. അത് എങ്ങനെയായിരിക്കും നമ്മളിവിടെ എടുക്കുക, അത് 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പ്ലെയിനിലായിരിക്കും നമ്മളിവിടെ എടുക്കുക. അപ്പൊ നമ്മളിവിടെ XY ആക്സിസിന്റെ കേസ് നമ്മളിവിടെ എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും, ഇവിടെ നമ്മൾ XY X നേരത്തെ പോലെ X ആക്സിസ് Y ആക്സിസ് ആൻഡ് Z ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മളിവിടെ Y X Z ഇപ്പൊ ഇവിടെ ഇടുമ്പോഴത്തേക്ക് ഇതിവിടെ നമുക്ക് പ്ലെയിനിലാണ് എടുക്കുക. പ്ലെയിൻ എടുക്കുമ്പോഴത്തേക്ക് ഇതായിരിക്കും ആന്റിന എലമെന്റ്സ്. ഒരു പ്ലെയിനിലായിരിക്കും, അതായത് 2D സ്ട്രക്ചറിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. 2D അറേ, 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ആന്റിന എലമെന്റ്സ് നമ്മളിവിടെ എടുക്കുക. അപ്പൊ ഇത്രയാണ് ആന്റിന അറേ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ആദ്യമേ ആന്റിന അറേ എന്താണെന്ന് നോക്കി, പിന്നെ അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു, പിന്നെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ആന്റിന ഒരു ട്രാൻസ്മിറ്റർ സർക്യൂട്ട്സിലേക്ക് വരുന്നതെന്നുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസുകളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മളിവിടെ എടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് എടുക്കുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ട്രാൻസ്മിറ്റർ ഉണ്ട്. അതുപോലെ നമുക്കൊരു ട്രാൻസ്മിറ്ററിൽ നമുക്ക് എന്താ ഇത് പോകുന്നത് എങ്ങനെയാണ്, ഒരു അറ്റുനേറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഫേസ് ഷിഫ്റ്റർ ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ആന്റിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് ഈ ഡയറക്ഷനിലായിരിക്കും നമ്മളുടെ റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ആന്റിന കേസ് E1 ആയിരിക്കും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ E2, അങ്ങനെ നമ്മൾ ഒരുപാട് ആന്റിന വെച്ച് കഴിയുമ്പോൾ EN വരെയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. സെയിം രീതി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് I1 I2 IN വരെ ഓരോന്ന്. ഇപ്പം നമുക്ക് ഇതിനെല്ലാം ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. ഇതിന് α-N എന്ന ഫേസ് ഷിഫ്റ്റ്, ഇത് α2, ഇത് α1. ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഫേസ് ഷിഫ്റ്റ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ Ψ എന്ന് പറഞ്ഞ ടൈമിലായിരിക്കും. Ψ1 Ψ2 Ψ3 എന്ന് പറഞ്ഞ ടൈമിലായിരിക്കും നമ്മളിവിടെ എടുക്കുക. അപ്പൊ നമുക്കിവിടെ എടുക്കുന്ന നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് റേഡിയേഷൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനാണ് നമ്മുടെ റേഡിയേഷൻസ് പോകുന്നത്. ഓരോ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് റേഡിയേഷൻസ് പോകുന്ന ഡയറക്ഷനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യുന്നതിനാണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് വരിക.
ഇ ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് എക്സെട്ര അപ് ടു En വരെ. ഇനി എന്താണ് E1 എന്ന് പറഞ്ഞാൽ? E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 ഇൻറ്റു ഇ റേസ് ടു ജെ സൈ 1. ഈ സൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫേസ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ ഓരോന്നിന്റെ അനുസരിച്ച് സൈ 1 സൈ 2 സൈ n വരെ നമുക്കിവിടെ എടുക്കാൻ വേണ്ടി പറ്റും. ഇനി സൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ബീറ്റ ഡി പ്ലസ് ആൽഫ എന്ന് പറയും. ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ടിന്റെ ഫേസ് ഷിഫ്റ്റ് പറഞ്ഞായിരുന്നു, ആൽഫ 1 ആൽഫ 2 ആൽഫ 3 എന്ന് പറഞ്ഞായിരുന്നു. അതാണ് പറഞ്ഞാൽ ബീറ്റ ഡി പ്ലസ് ആൽഫ എന്ന് പറഞ്ഞെടുക്കുക. ബീറ്റ എന്ന് പറഞ്ഞാൽ 2π ലാംഡയാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എന്താണ് വേവ് ലെങ്ത് ആണ് ലാംഡ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കറണ്ടിന്റെ ഇക്വേഷൻ വരും. ടോട്ടൽ കറണ്ട് എങ്ങനെയായിരിക്കും വരുന്നത്? I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് IN. അപ്പോൾ ഒരു കറണ്ട് I1 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? I1 ഇൻറ്റു ഇ റേസ് ടു I ആൽഫ 1 എന്നാണ് നമ്മളിവിടെ എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് പോയിന്റ് സോഴ്സ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ അറേസ് നമ്മൾ പറഞ്ഞു, അറേയുടെ സ്പെഷ്യാലിറ്റീസ് പറഞ്ഞു, ഒരു അറേ എങ്ങനെയാണ് ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതിന്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ അതിന്റെ കറണ്ട് എലമെന്റ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.